ഒരുപക്ഷേ മലയാള ചാനൽ ചരിത്രത്തിൽ ആദ്യമായായിരിക്കും ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് മാറുന്നത് പൂർണ്ണമായി കാണിക്കുന്നത്. മെക്ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് മഹീന്ദ്ര ബൊലേറോയുടെ ക്ലച്ച് അസംബ്ലി പൂർണ്ണമായി എങ്ങനെ മാറാം എന്നാണ്. അതായത് ക്ലച്ച് അസംബ്ലി, ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ്, MC, SC എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ, SC മീൻസ് സ്ലേവ് സിലിണ്ടർ, ഇതെല്ലാം മാറുന്നത് പൂർണ്ണമായി നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഷോയിൽ കാണിക്കുന്നത് പോലെ ചെറിയ വർക്കല്ല. അപ്പോൾ ഇതിന് റാമ്പിൻ്റെ ആവശ്യമുണ്ട്, വണ്ടി ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആയതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രം നെടുങ്ങാട് റൂട്ടിൽ മരുതിനകത്തുള്ള കാർ കെയറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലിഫ്റ്റുണ്ട്, ഒപ്പം നമ്മുടെ സഹായിക്കാൻ അവിടെ എക്സ്പീരിയൻസ് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഇതിൻ്റെ ക്ലച്ച് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മേജർ വർക്കായതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കുക. ഗിയർ ബോക്സ് അഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗിയർ ലിവർ ആദ്യമേ ഊരി വയ്ക്കാം. ഇതിൻ്റെ താഴെ 10-ൻ്റെയും 12-ൻ്റെയും നെറ്റും ബോൾട്ടും ഉണ്ട്. അത് നമുക്ക് ലൂസ് ചെയ്ത് ഈ ഗിയർ ലിവർ ഊരിയെടുക്കാം. വാഹനം ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ഈ സ്റ്റാർട്ടറിൻ്റെ ബോൾട്ട് ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കാം. ഇത് 16 mm 3 ബോൾട്ട് ഉണ്ടാവും. ഒരെണ്ണം മുകളിലും 2 താഴെയും. അപ്പോൾ മുകളിലുള്ളത് നമുക്കിപ്പം തന്നെ ഒന്ന് ലൂസ് ചെയ്ത് വെച്ചേക്കാം. താഴെയുള്ളത് വണ്ടി ലിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഊരാം. ഇതിൻ്റെ MC, SC അതായത് മാസ്റ്റർ സിലിണ്ടറും സ്ലേവ് സിലിണ്ടറും മാറുന്നുണ്ട്. അപ്പോൾ വണ്ടി ലിഫ്റ്റ് ചെയ്യുന്ന മുമ്പ് ഇതിൻ്റെ MCയുടെ ഫ്ലൂയിഡ് നമുക്കൊന്ന് ചോർത്തി മാറ്റാം. ഈ സ്റ്റാർട്ടറിൻ്റെ 3 ബോൾട്ട് ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ മുകളിൽ കൂടെ ലൂസ് ചെയ്ത് വെച്ചു. ഇനി താഴെ 2 ഉണ്ട്. അതും കൂടെ ലൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റാർട്ടറിനെ ഒന്ന് നീക്കി വയ്ക്കാം. ഇത് ഇളക്കി മാറ്റണ്ട, ഒന്ന് നീക്കി അവിടെ വെച്ചിരുന്നാൽ മതി. ഇനി ഡസ്റ്റ് കവർ ഒന്ന് റിമൂവ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് ഫ്ലൈ വീല്. 8 mm അലൻ കീ ഉപയോഗിച്ച് സ്ലേവ് സിലിണ്ടർ റിമൂവ് ചെയ്യാം. ഈ കാണുന്നതാണ് VSS, വെഹിക്കിൾ സ്പീഡ് സെൻസർ. ഇത് റിവേഴ്സിൻ്റെ സ്വിച്ചാണ്. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ബാക്കിൽ ലൈറ്റ് കത്തുന്നത് ഇവിടെ നിന്നുള്ള കണക്ഷൻ കൊണ്ടാണ്. 14 mm നെറ്റ് ലൂസ് ചെയ്ത് നമുക്ക് ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം.
അപ്പോൾ മഹേന്ദ്രയുടെ ജെനുവിൻ പാർട്സ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ക്ലച്ച് ഡിസ്ക്കാണ്. പുള്ളിയെ അൺബോക്സ് ചെയ്ത് കാണിക്കും. ഇതാണ് ഇതിൻ്റെ ടോർഷൻ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇതിന് പഴയതിന് 4 വരുന്നു, പുതിയത് മോഡിഫൈഡ് ആണ്. ഇതിന് 6 വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ ലൈനർ എന്ന് പറഞ്ഞാൽ ഇതിൽ 2 റിബറ്റും ഇതിന് സിംഗിളേ വരുന്നത്. ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? വൈബ്രേഷൻ കുറയും, ഇച്ചിരി കൂടെ പിക്കപ്പ് കൂടുതലായിട്ട് നമുക്ക് വരും. ആ സ്ലിപ്പേജ് ഒഴിവാകും. ഇതാണ് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് മോഡിഫൈഡ് ആണ്. ഇതിൽ ഫിംഗറിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂടുതലുണ്ട്. കുറവാണ്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം പറഞ്ഞാൽ നമുക്ക് കൂടുതലുണ്ട് കഴിഞ്ഞാൽ ക്ലച്ച് കുറച്ച് സ്മൂത്ത് ആവും. പക്ഷേ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് പ്രഷർ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ എണ്ണം കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുന്ന ലോഡ് ഈക്വലായിട്ട് അത്രയും സ്പ്ലിറ്റ് ചെയ്ത് പോകത്തില്ല. എണ്ണം കൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇത് കുറച്ചേ ആകത്തുള്ളൂ. അപ്പോൾ ഈ നല്ല ഈക്വൽ ബിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡിഫൈഡ് ആയിട്ട്. ഇതാണ് എൻ്റെ ക്ലച്ച് റിലീസ് ബിയറിംഗ്. പുതിയ ബിയറിംഗ് ഫിക്സ് ചെയ്യുക. ഈ ക്ലച്ച് ഡിസ്കിൻ്റെ പ്രൊജക്ഷനുള്ള ഭാഗം CT പ്ലേറ്റിൻ്റെ ഭാഗത്തും മറു സൈഡ് ഫ്ലൈ വീലിൻ്റെ ഭാഗത്തും. അപ്പം പുതിയ പ്ലേറ്റുകളിൽ ഫ്ലൈ വീൽ എന്ന് എഴുതിയിട്ടുണ്ടാകും, ഫ്ലൈ വീൽ സൈഡെന്ന് എഴുതിയിട്ടുണ്ടാകും. ഇനി ഗിയർ ബോക്സ് തിരികെ വയ്ക്കാം. 2 പേരെങ്കിലും മിനിമം വേണം. ഗിയർ ബോക്സ് നല്ല ഹെവിയാണ്. അപ്പോൾ മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ.
ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് സ്ലേവ് സിലിണ്ടറാണ്, SC. അത് 8mm ഒരു അലൻ കീ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. ക്ലച്ച് പെഡലുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉള്ളത് MC ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ഷനൊക്കെ വെടിയിച്ച് MCയും കൂടെ മാറുകയാണ്. ഇനി ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാം. .3 ആണ് ഉപയോഗിക്കുന്നത്. .3 TVS ഗ്രില്ലിംഗ് ആണ് നമ്മളിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഈ SCയിലെ ബ്ലീഡർ നെപ്പിൾ വഴി നമുക്ക് എയറൊക്കെ ചവിട്ടി പുറത്ത് കളയാം.
ഗിയർ ലീവർ പഴയതുപോലെ തിരിച്ച് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനായി ഇറങ്ങിയിരിക്കുകയാണ്. ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സിറ്റി ഡ്രൈവിൽ ഉള്ളവർ എപ്പോഴും ശ്രദ്ധിക്കുക, ക്ലച്ച് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കുക. ഓട്ടോമാറ്റിക് വാഹനമുള്ളവർക്ക് അത് വിഷയമില്ല. പക്ഷേ മാനുവൽ വാഹനം ഉപയോഗിക്കുന്നവർ ക്ലച്ച് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ക്ലച്ച് വളരെ ഈസിയായി മാറാൻ കഴിയുന്നുണ്ട്, ഗിയർ ഈസിയായി മാറാൻ കഴിയുന്നുണ്ട്, വളരെ സ്മൂത്താണ് ക്ലച്ച്. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, സാധാരണ നമ്മൾ ക്ലച്ച് മാറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ MCSE, അതായത് മാസ്റ്റർ സിലിണ്ടറും സ്ലേവ് സിലിണ്ടറും അതിൻ്റെ കൂടെ തന്നെ മാറുക. അതായത് മാസ്റ്റർ സിലിണ്ടർ MC വണ്ടി ബോണറ്റിനകത്തും, SE ഗിയർ ലിവറിന് താഴെയും, അതായത് വാഹനത്തിൻ്റെ അടിയിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മാറുക. സാറിന് അതിന് കംപ്ലയിൻറ്റ് കാണാറില്ല, പക്ഷേ അതിൻ്റെ കൂടെ അതുകൊണ്ട് മാറാറില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്ലച്ചിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ അതും കൂടെ മാറുക. അല്ലെങ്കിൽ വാഹനം എപ്പോഴും ടൈറ്റ് ആയിരിക്കും. നമ്മൾ ക്ലച്ച് ചവിട്ടപ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലച്ച് മാറുന്ന സമയത്ത് പ്രഷർ പ്ലേറ്റും MCയും SEയും കൂടെ തന്നെ മാറാൻ ശ്രമിക്കുക. ഇച്ചിരി റേറ്റ് അല്പം കൂടുതൽ വരും. അപ്പോൾ അതും കൂടെ മാറിയാൽ നമുക്ക് അത്രയും പെർഫെക്ഷൻ കിട്ടും. നമുക്കിതിപ്പോൾ എല്ലാം കൂടെ മാറി മഹീന്ദ്ര ബൊലേറോയാണ്. ബൊലേറോയുടെ എല്ലാ യൂണിറ്റും കൂടെ മാറിയപ്പോൾ നമുക്ക് ഏതാണ്ട് 12,000 രൂപ വന്നു. നമ്മളുടെ ഷോറൂമുകളിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ ചെയ്യുമ്പോൾ അവരുടെ സർവീസ് ചാർജും കൂടെ ആവും. അതിന് ഇത്രയും വർക്ക് എഫേർട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ആ സർവീസ് ചാർജും കൂടെ സാധാരണ ആകും. കാരണം ലിഫ്റ്റിൻ്റെ സൗകര്യം ആവശ്യമുണ്ട്. സാധാരണ ചെറിയ വർക്ക്ഷോപ്പുകളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ലിഫ്റ്റില്ലാത്ത വർക്ക്ഷോപ്പുകളിൽ. നമ്മൾ സാധാരണ വീട്ടിൽ പല വർക്കുകളും നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഈ വർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹെവി വർക്കാണ്. നമുക്ക് ഗിയർ ബോക്സ് അഴിച്ച് താഴെ വെക്കേണ്ടതുണ്ട്. 2-3 പേരുടെ സഹായം ആവശ്യമുണ്ട്. ലിഫ്റ്റും ഹൈഡ്രോളിക് ജാക്കിയൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.